പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ. ഞങ്ങളിങ്ങനെ ആഘോഷിക്കാനായിട്ട് കനോക്കുന്ന് എത്തിയേക്കാണ്. എല്ലാവരും ഉണ്ട്. അപ്പം കുടുംബസമേതം എത്തിയിട്ടുണ്ട് കായിലേക്ക്. 3 ദിവസങ്ങളും വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് കായിലൂടെ ലഭിച്ചിരിക്കുന്നത്. അതിലേറ്റവും എനിക്ക് തോന്നുന്നു വിലപ്പെട്ടത് എന്ന് നമുക്ക് പറയേണ്ടത് ഇവിടെ എത്തിച്ചേരുന്ന നമ്മുടെ കുട്ടികളുടെയൊക്കെ ഉള്ളൊരു ആവേശവും ഊർജവും ഒക്കെ പങ്കിടുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഏതൊരു സെഷനിൽ പോയാലും ഏത് വേദിയിൽ പോയാലും ആളുകൾ നമുക്ക് ശ്രോതാക്കൾ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതിലുപരിയായിട്ട് യഥാർത്ഥത്തിൽ പങ്കാളികളായിട്ട് തന്നെയാണ് ഓരോ ചർച്ചയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രായഭേദമന്യേ എല്ലാ സദസ്സുകളിലും നിറച്ച് ആളുകളുണ്ട്. ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ഒരുപാട് മനസ്സിരുത്തി ഓരോ സംവാദവും ഓരോ ചർച്ചയും ആസ്വദിക്കുകയും അതിൽ പങ്കാളികളെ ആകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അർത്ഥവത്തായിട്ടുള്ള കാമ്പുള്ള ഒരു കായായിട്ട് ഇത് മാറും എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. ഞാൻ എപ്പോഴും വിശ്വസിച്ചിട്ടുള്ളത് സമയം എന്നുള്ളത് ഒരിക്കലും ഒന്നിനും ഒരു പരിധിയല്ല എന്നുള്ളതാണ്, ഒരു പരിമിതി അല്ല എന്നുള്ളത് തന്നെയാണ്. മറിച്ച് സമയം എന്നുള്ളത് നമുക്ക് ഒരു അവസരമാണ്, അതൊരു പ്രതലം മാത്രമാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, എന്തൊക്കെ നിറങ്ങളാണ്, എന്തൊക്കെ നിറക്കൂട്ടുകളാണ് ആ ഒരു പ്രതലത്തിന് മുകളിൽ ചാർത്തേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കൃത്യത്തിൽ പരമാവധി ശ്രദ്ധ ചെലുത്തുക. ഇത്രയും സമയത്തിനുള്ളിൽ അത് ചെയ്തു തീർക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നും ഒരിക്കലും ഒരു ഉദ്യമവും ആരംഭിക്കരുത് എന്നുള്ള ഒരു ചെറിയ കാര്യം മാത്രമാണ് പറയാനുള്ളത്. എനിക്ക് തന്നെ ഇവിടെ ഞാൻ സൂചിപ്പിച്ച പോലെ 3 സെഷൻസ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ സെഷൻ ആൽഫാവേഴ്സിലായിരുന്നു. അപ്പോൾ കുട്ടികളോടൊപ്പമുള്ള ചിരിച്ചും കളിച്ചും രസിച്ചുള്ള അവരുടെ ഓടിയിരുന്നിട്ടുള്ള ഒരു സംവാദമായിരുന്നു, ഒരു ചിന്ത പങ്കിടലായിരുന്നു ശരിക്കും, അല്ലെങ്കിൽ അനുഭവം പങ്കിടൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. രണ്ടാമത്തെ സെഷൻ എന്നുള്ളത് ജയേട്ടനെ കുറിച്ചുള്ള, നമ്മുടെ പി ജയചന്ദ്രൻ എന്നുള്ള അനശ്വര ഗായകനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഈണങ്ങളെക്കുറിച്ചുള്ള ഒരു സെഷനായിരുന്നു. അതും ഒരുപാട് വ്യത്യസ്തമായ നിറങ്ങൾ ആ ഒരു ഭാവഗായകന് നൽകുവാൻ അവിടെ കൂടിച്ചേർന്നിരുന്ന എല്ലാ ആസ്വാദകർക്കും ഒത്തൊരുമിച്ച് സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത സെഷൻ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മൾ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ നടത്തുന്ന ഒരു സെഷനാണ്. അപ്പോൾ അതിൻ്റെ പേരും സോളിഡ് വേസ്റ്റ് സോ വാട്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ശരിക്കും മാലിന്യം എന്നുള്ള ഒരു പ്രശ്നം നമ്മളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും അതിൽ എങ്ങനെയാണ് നമ്മൾ പരിഹാര മാർഗങ്ങളിലേക്ക് നടന്നു നീങ്ങുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ്. അപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ 3 വളരെ വൈവിധ്യമാർന്ന സെഷൻസാണ് എനിക്കും ഇവിടെ ലഭിച്ചത്. അതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഓരോ സെഷനിലും പോയിരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ മുന്നിലിരിക്കുന്ന ആളുകളുടെ ഊർജ്ജം ഒപ്പിയെടുത്താണ് ശരിക്കും വേദിയിലിരിക്കുന്നവരെപ്പോഴും എന്ത് പ്രകടനമായാലും കാഴ്ചവെക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഒരു പാട്ടാണെങ്കിലും നൃത്തമാണെങ്കിലും അഭിനയമാണെങ്കിലും ചർച്ചയാണെങ്കിലും പ്രഭാഷണമാണെങ്കിലും ഒക്കെ തന്നെ. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും സമ്പന്നമാണ് എന്നാണ് എൻ്റെ അനുഭവം. പൂക്കൾ പനിനീർ പൂക്കൾ